എനിക്ക് പറയാനുള്ളത്, നമുക്കറിയാം നമ്മളൊരു പ്രത്യേക ഘട്ടകാലത്താണ് ജീവിക്കുന്നത്. കാരണം തൊഴിലാളികൾക്ക് ഒരു പുഴുവിന്റെ വില പോലും ഇല്ലാത്ത കോർപ്പറേറ്റുകൾക്ക് വേണ്ടി, അദാനിക്കും അംബാനിക്കും വേണ്ടി മാത്രം ഉപയോഗിക്കപ്പെടുന്ന ഒരു സാധനമായിട്ട് മാത്രം തൊഴിലാളികളെ കാണുന്ന ഒരു ഗവൺമെന്റാണ് കേന്ദ്രത്തിൽ ഭരിക്കുന്നത്. നമുക്കറിയാം, ഒരു തൊഴിലാളിയെ പിരിച്ചുവിടണമെങ്കിൽ അതിന് നേരത്തെ കുറേയേറെ നിബന്ധനകളുണ്ടായിരുന്നു. ഇപ്പൊ അതെല്ലാം കാറ്റിൽ പറത്തി നാളെ നമ്മൾ ജോലിക്ക് വരുമ്പോൾ നിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞാൽ ഒന്നും പറയാൻ കഴിയാത്ത രൂപത്തിൽ ഉള്ള നിയമങ്ങളാണ് പുതിയ തൊഴിൽ നിയമങ്ങൾ. അപ്പൊ അത്തരം ഒരു സാഹചര്യത്തില് തൊഴിലാളികൾക്ക് അവരുടെ നിലനിൽപ്പ് തന്നെ വളരെ ബുദ്ധിമുട്ടായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ തൊഴിലാളികൾ എന്തുകൊണ്ട് സംഘടിക്കണം? നമുക്ക് ഓരോ മേഖലയിൽ നമുക്കറിയാം. ഇപ്പം കേസിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഈ കാലത്തിനനുസരിച്ച് രീതികൾ മാറും, അതിന്റെ സ്ട്രക്ചർ, അതിന്റെ ഘടനകളെല്ലാം